ഹലോ അമ്മ കേൾക്കുന്നുണ്ടോ? സിദ്ധുനെ ഇന്നലെ വിളിച്ചു പറഞ്ഞ അമ്മ കാര്യങ്ങളൊക്കെ. അച്ഛനും അമ്മ ഇതേ റെഡിയായി കഴിച്ചുകൊണ്ടിരിക്കുക. ഇല്ലമ്മ ഞങ്ങളൊന്നും പോകുന്നില്ല. എന്തായാലും അവര് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാട്ടാ. ഇല്ല അവര് പടവലത്ത് പോയിട്ട് അപ്പൂപ്പനും അമ്മൂനെയും കൂട്ടിയിട്ട് പെണ്ണിനെ അങ്ങോട്ട് പോകുന്ന പറഞ്ഞെ. ശരി അമ്മ, ഞാൻ വിളിക്കാം. അമ്മ കഴിച്ചില്ലേ അമ്മ? ഓ, ഞാൻ ഒരു ദോശ കഴിച്ച്. അച്ഛനും കേശും കൂടെ ഇരുന്ന് ഭയങ്കര തട്ടാ അവിടെ ഇരുന്നിട്ട്. അല്ല, ഞാൻ സിദ്ധുവിന്റെ അമ്മയടുത്ത് സംസാരിക്കുവായിരുന്നു. സിദ്ധുവിന്റെ അമ്മ വെച്ച് നിങ്ങൾ പോയില്ലേന്ന്, ഇറങ്ങിയില്ലേ, കാര്യം അന്വേഷിക്കാൻ വേണ്ടിട്ട് വിളിച്ച. ഇവൻ എന്തെടുക്കണോ? റെഡി ആയില്ലേ ഇതുവരെ? എനിക്കറിയാൻ പാടില്ല. ചേച്ചി മൊബൈൽ കുറച്ചേരം തരുവോ? ഒന്ന് പോയ പെണ്ണെ, 10 വെച്ചാൽ മതി. ആരും അടങ്ങിയിട്ടോ. അയ്യവാ, ഇങ്ങനെ തൽക്കാല ആശ്വാസത്തിന് വേണ്ടി ഒരു 3 ദോശ കഴിച്ചു. ഓംപ്ലേറ്റ് ഇല്ലാത്ത ഭയങ്കര കുറവായി പോയി കേട്ടോ. തൽക്കാല ആശ്വാസം? അതെന്താ ആശ്വാസം? കുറച്ച് കഴിയുമ്പോൾ ഒരു 3 ദോശ കൂടെ കഴിക്കും, അപ്പൊ ലെവലായി. ഞാൻ ഇപ്പൊ ഒന്നല്ലേ ഉള്ളൂ. ചേട്ടൻ പെണ്ണ് കാണാനല്ലേ അച്ഛാ, കുറച്ച് ഒരുക്കം കാണും. ഒരുങ്ങാൻ വേണ്ടി ഒരു മുഖമില്ലല്ലേ? മുടിയും ചപ്ര തലമുടിയും കണ്ണാടിയും മൂശ തടിയും മൊത്തം മറഞ്ഞിരിക്കല്ലേ? നീ എന്താണ് തപ്പണത്? ഒരു 500 രൂപ ഉണ്ടായിരുന്നു, കാണുന്നില്ല. എന്റെ കാർഡിൽ പൈസ ഒന്നുമില്ലേ? അതല്ല, നമ്മളൊരു വഴിക്ക് പോണല്ലേ, ഇച്ചിരി ചായ എന്തെങ്കിലും കുടിക്കണമെങ്കിൽ എന്ത് ചെയ്യും? അത് തന്നെ ഉണ്ട് ഇതുപോലെ. അത് ശരി, അതിനിടയ്ക്ക് ഇതെപ്പോ എടുത്തോണ്ട് പോയി? എപ്പോൾ എടുത്തെന്ന് പറഞ്ഞാൽ ഒരു വഴിച്ചെലവിന് പൈസ ഇല്ലെങ്കിൽ കയ്യിലില്ലെങ്കിൽ എന്തോ പോലെ ശീലിച്ചു വേണ്ടി, അതുകൊണ്ടാണ്. ഇത് ഇതുവരെയായിട്ട് മാറ്റാനായില്ല. നീ ഇതൊന്ന് സംസാരിച്ച് വിളിക്കാൻ ചെറുക്കൻ വിളിക്കാൻ നോക്ക്. ക്യാഷ് പോയി പോടാ, വിളിച്ചോടാ. ഓക്കേ, കഷ്ടം തന്നെ വളർത്തി വെച്ചേക്കും. ആ കെട്ടാൻ വേണം പെണ്ണിന്റെ കഷ്ടാലോ. എന്തോന്ന് വെച്ചാ നല്ല കാര്യത്തിന് പോകുമ്പോഴത്തേക്കിനൊക്കെ പറയണേ. പറയാനുള്ള ഏത് സാഹചര്യത്തിലും പറയും, അതിന് ഒരു മാറ്റമില്ല. അതെ ബാലോ, പറയുന്നുണ്ടൊന്നും വിചാരിക്കരുത്. അല്ല, പറയാണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറയാ. നിങ്ങൾ അവിടെ ചെന്നിട്ട് ഓവർ ആക്കരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അവരോട് സംസാരിക്കേണ്ട. കൂടുതൽ അടുപ്പം കാണിച്ച് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതൊക്കെ നിങ്ങൾ അവരോട് പറയാൻ നിൽക്കും. അതൊന്നും വേണ്ട. ഒരു ബാല് കാര്യമായ കാര്യമേ പറയൂ, മനസ്സിൽ തട്ടുന്ന കാര്യമേ പറയൂ. മനസ്സിൽ ഒന്നും വെച്ചിട്ട് വേറെ ഒന്നും പറയൂല. പച്ചായ മനുഷ്യരാണ്, അത് ആദ്യം മനസ്സിലാക്കുക. അമ്മ, ഞങ്ങൾ കുറെ തട്ടി നോക്കി, പക്ഷെ ഒരു അനക്കമില്ല ആളുടെ. എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. ചിലപ്പോ ബാത്റൂമിലുള്ളതായിരിക്കും. ഈ ചെറുക്കനെ വാങ്ങി ചവിട്ടി പൊളിക്കട്ടാ, ഇതിന് പുള്ളിനെ പിടിച്ച് പിരിക്കട്ടെ. മിണ്ടായി ബാലു. എടാ, അപ്പുറത്തോടെ ആ അതിലൂടെ പോയി നോക്ക്, ജനലിന്റെ അവിടെ. എപ്പോ നോക്കിയാലും ബാത്റൂമിൽ പോക്കാം. ഒരു പടക്കം കിട്ടെങ്കിൽ കത്തിച്ച് മുറിക്കാത്തില്ലായിരുന്നു, പുള്ളി പുകച്ച് പുറത്ത് ചാടിക്കായിരുന്നു. അമ്മ, സമയം ഒരുപാടായിട്ടാ. ഇനി പടവലത്ത് എത്തുമ്പോ എത്ര സമയമാവും? അത് തന്നെ. അമ്മ ഇനി ഇവിടെ കേൾക്കാം. അമ്മ ഇറങ്ങി ഇറങ്ങാൻ പോണു. അവർ റെഡിയായി. ഇപ്പൊ ഇറങ്ങിയാ നിങ്ങള് ഇറങ്ങിക്കാണോ? ശരി, ഇപ്പൊ ഇറങ്ങാം. ഈ മാമിക്ക് എന്തെന്നെ കുഴപ്പമാണ്? എല്ലാം കാണാനും കേൾക്കാനും വേണ്ടി ഇങ്ങനെ ആക്രാന്തപ്പെട്ട് നിൽക്കുകയാണ്. കുഴിപ്പള്ളത്ത് നിന്റെ അമ്മായിയമ്മ ഇതുപോലെയാണ്. ആളും ആരോഗ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാരാണോ? അമ്മ ഇപ്പൊ ഇറങ്ങണമ്മ. അയ്യോ, നിങ്ങൾ ചെറുമ ഇറങ്ങണ്ടേ, കെട്ടുവരിക്ക് ഇറങ്ങണ്ടേ. ഇതാണ് അമ്മ. ബാക്കി ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ശരി. അച്ഛാ, ഞാൻ ആ റൂമിൽ മറ്റേ വാതിലിൽ കൂടെ പോയി നോക്കി. അപ്പൊ വാതിൽ ചെറുതായിട്ട് തുറന്നു നടപ്പുണ്ടായിരുന്നു. ഞാൻ അതുവഴി കയറി നോക്കി, അതിനകത്ത് ആളില്ല. ബാത്റൂമിലും ഇല്ല, ബാത്റൂം തുറന്നു നടക്കണം. ഇതെവിടെ പോയി നോക്കാം. അച്ഛാ, ഇല്ല അച്ഛാ. എവിടെ പോയത്? എവിടെ പോയി? കട്ടിലടിക്കണം നോക്കണം. പോച്ചാ, അവിടെ നല്ല അടിയൊന്നുമില്ല. എവിടെ പോയത്? എവിടെ പോയി എനിക്കെങ്ങനെ അറിയാം? കൊച്ചേ മിണ്ടായിരുന്നോട്ടാ. എടി നോക്കിക്കൊണ്ടിരിക്കാൻ വിളിയടി. ഞാൻ വിളിക്കാം. സ്വിച്ച് ഓഫ്. ഫോൺ സ്വിച്ച് ഓഫാ. അയ്യോ, ചാർജ് ഉണ്ടാവില്ലായിരിക്കും ചിലപ്പോ. അതാണ് ഇപ്പൊ നോക്കേണ്ടത്. ഇപ്പൊ അറിയി കഴിഞ്ഞാൽ ചെല്ലുമ്പോ വൈകുന്നേരം ആവും. ആൾക്കാർ നേരത്തെ കൂടി അറിയിച്ചിട്ട് ചെല്ലുമ്പോ നാണക്കേടല്ലേ ആൾക്കാർ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്ക് ഇങ്ങനെ പോണി ചെറിയ കല്യാണത്തിന് താലിയിട്ടാ പോലും കാണൂല. ബുക്കികളായി ഒന്നും മിണ്ടായിരുന്നു. അച്ഛാ, ചിലപ്പോ ആ കടയിലവിടെ എല്ലാം പോയി കാണുമല്ലോ. ഞാൻ പോയി നോക്കട്ടാ. അന്ന് പോയി നോക്ക്. ഓക്കെ. നീ എവിടെ പറഞ്ഞു? എന്റെ പൊന്നു വെച്ച നീ ഇവിടെ അച്ഛാ, ഞാൻ പോയി നോക്കിട്ടല്ലേ. നിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു എവിടെയെങ്കിലും പോണ കാര്യം? എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല.
ശ്ശെ, എവിടെ പോയി ഈ ചെക്കന് പറഞ്ഞിട്ട് പോയിക്കൂടെ വടി 9 എനിക്ക് ദേഷ്യം പറഞ്ഞാട്ടാ വെട്ടും പോയി അതെന്താ ഈ ചെറുക്കന് പറഞ്ഞിട്ട് പോയിക്കൂടെ എവിടെ പോണെങ്കിൽ ഇത് അമ്മ വിളിക്കണം. ആ എന്ത് പറയാ എടുക്ക്. എടുത്തിട്ട് എന്ത് പറയാനാ? വെറുതെ ചീത്തയാക്കാനാ? നല്ല സുഖമാണെന്ന് പറ ഇവിടെ എല്ലാവർക്കും. ബാലു അവരുടെ അടുത്ത് ചാടാ നിൽക്കാൻ പറയണേ. അതൊരു കാര്യം ചെയ്യും, വണ്ടി പിടിച്ച് നേരെ അങ്ങ് എത്താൻ പറ. നമ്മൾ 7 മണിയാകുമ്പോൾ നമ്മൾ എത്തുമെന്ന് പറ. ആദ്യം നിങ്ങളൊന്ന് അടങ്ങിക്ക്. അമ്മ കോള് കട്ടായി, തിരിച്ചു വിളിച്ച് കാര്യം പറ. ആ ഇന്ന് വിളിക്കാനൊന്നും വേണ്ട, അവിടെ കിട്ട്. അച്ഛൻ വിളിക്കും. അടുത്തത് എടുക്കാല്ലേ? അച്ഛാ അച്ഛൻ ഞങ്ങൾ ഇറങ്ങിക്കതേ. വിഷ്ണുവേ അവിടെ കടയിലെങ്ങോട്ടോ പോയിരിക്കണം, ഇപ്പൊ വരും. ഇപ്പൊ ഇറങ്ങാച്ചാ. ഒരുപാട് ലേറ്റ് ആയതിന്റെ അച്ഛൻ വരൂലല്ലേ? ബാലു അച്ഛന്റെ സ്വഭാവം അറിയാലോ, അങ്ങനെ ഇതിനൊന്നും ദേഷ്യം വരില്ല. ദേഷ്യം വന്ന അപ്പൊ ഒരാൾ പറഞ്ഞു. അമ്മ ഒരു കാര്യം ചെയ്യ്, ആ പെണ്ണിന്റെ വീട്ടില് വിളിച്ചു പറ, കുറച്ചെന്തോ അത്യാവശ്യം വന്നു, അതുകൊണ്ട് ഇച്ചിരി വരാൻ ലേറ്റ് ആവുന്ന് പറ. പിന്നെ എന്നിട്ട് വേണം അമ്മയുടെ വായിട്ട് കിടക്കാൻ എനിക്ക്. എന്നാ പിന്നെ നിന്റെ മോ എവിടെ വെച്ചാൽ വിളിച്ചിട്ടുണ്ടോ അടി? എന്റെ അച്ഛ ആദ്യം നിങ്ങളൊന്ന് സമാധാനപ്പെട്. എന്നാ ഈ സാഹചര്യത്തിൽ സമാനപ്പെട്ട് നിൽക്കാല്ലേ? അച്ഛാ എന്താ കിട്ടിയാ ആളെ കിട്ടിയാ? എവിടെയുണ്ട്? ഇല്ല, അവിടെ ഒന്നും ഇല്ലെന്ന്. പിന്നെ എവിടെ? എന്നോട് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ അറിയാം അച്ഛാ? യവനൊക്കെ ഞാൻ നോക്കിയോ, നേരത്തെ കാലത്ത് വീട്ടിൽ വരില്ല, ഫോൺ ഓഫ് വെച്ച് ഞാൻ കളിക്കണമായി. ഞാൻ ഇവിടെ നിന്ന് ശരിയാവൂല കേട്ടാ, നോക്കിയോ. ഞാൻ തൊട്ടെന്നാ എനിക്ക് ബാക്കിയുള്ള കേൾക്കും. അമ്മ ചെല്ലമ്മ, ഇവര് ചീത്തേക്കാനാ. ഇയാള് കാരണം ദിവസം പ്രശ്നമാണ് കേട്ടോ. ബാക്കിയുള്ള തീനെയാണ്. താൻ എന്റെ മുഖത്ത് നോക്കി പറയണേ. പിന്നെ അച്ഛന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ? ഞാൻ മുറിയെ ഞാൻ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ബാ ഇങ്ങോട്ട്, അച്ഛൻ അവിടെ അമ്മയായിട്ട് പൊരിക്കായിരിക്കും. സ്വിച്ച് ഓഫ്.